അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾ, അവരാ സൂഫികൾ. അവർ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പോയി ദീനുൽ ഇസ്ലാമിനെ പ്രചരിപ്പിച്ചു. സൂഫികൾ എന്ന് പറയുമ്പോഴേക്ക് മനസ്സിലാക്കരുത് തസ്ബീഹ് മാലയും പിടിച്ച് ഷാലും പൊതിച്ച് അങ്ങനെ പോയ ആളുകൾ, അവർക്ക് വേറെ വിവരമൊന്നുമില്ല. അതല്ല, വിവരമില്ലാതെ ദീനുൽ ഇസ്ലാമിന് ലോകത്ത് എത്തിച്ചു കൊടുക്കാൻ സാധ്യമല്ല. ഇപ്പോൾ അങ്ങനെയാ മനസ്സിലാക്ക. എന്താ, ഒരു ഷാല് വിട്ട് തസ്ബീഹ് മാലയും പിടിച്ച് കൈക്ക് കുറെ മോതിരവും വെച്ച് അവൻ ഔലിയാണ്. യഥാർത്ഥ ഔലിയാക്കളും അല്ലാത്തവരല്ല വ്യത്യാസം അതാണ്. എന്താ, യഥാർത്ഥ ഔലിയാണെങ്കിൽ ഒരാൾക്ക് ഒലിയ എന്നാണ് പറയുന്നത്. അതിന്റെ ബഹുവചന ഔലിയ. ഇപ്പൊ ഒരാൾക്കും പറയല ഔലിയ ഔലിയ. എന്താ ഈ പേര് കിട്ടിയത് എവിടെന്ന്? അറബി ഭാഷ അറിയാത്ത വിവരമില്ലാത്ത ആളുകൾ നിന്നിട്ട് ഇങ്ങോട്ട് കിട്ടിയ പേര്. അതുകൊണ്ട് ഒരാൾ ഔലിയ. ഞങ്ങളെ നാട്ടിലൊരു ഔലിയ വന്നിട്ടുണ്ട്, ഒരു ഔലിയ വന്നിന്. ഇതൊരു ആലിമ് പറഞ്ഞതല്ല. ആലിം പറഞ്ഞാൽ ഒരാളെ ഒലിയെന്ന് പറയും. പൊതുജനങ്ങളാട് എന്താക്ക ഔലിയാക്ക ആളുകളെ ആകുമ്പോൾ പിന്നെ പിന്നാലൊക്കെ ആള് കൂടി. പിന്നെ വല്ല പോയിട്ട് നാട്ടിലെ ഹത്തീബിനോട് പറഞ്ഞു, ഒന്ന് പറഞ്ഞു ഔലിയാന്റെ നേർച്ചയുണ്ട്, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് പിറ്റേ പണിയില്ല. നല്ല ഉറപ്പുള്ളത് ഇരിക്കുന്ന ആള് ഞാൻ വരുന്നില്ല എന്ന് പറയൂ. അല്ലാത്ത ചില ആളുകൾ പോയി കൂടിയപ്പ പിന്നെന്താണ്, ഇപ്പൊ എല്ലാരും വെളുത്ത ഷർട്ടും തലയ്ക്ക് ഇട്ടിട്ട് എല്ലാരും ഉസ്താദുമാരാണ്. ഉസ്താദുമാര് കുറെ ആള് വന്ന് ഔലിയായി. വിവരമില്ലാത്തിരിക്കുന്ന കുറെ ആളുകൾ ജനങ്ങളെ പേടിപ്പിച്ചു. അതല്ല ഔലിയാക്കൾ. യഥാർത്ഥ ഔലിയാക്കൾ അല്ലാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ. അല്ലാഹുവിന് തഖ്വ ചെയ്യണമെങ്കിൽ അതിൻ്റെതായ അറിവ് വേണം. അല്ലാതെ തഖ്വ ചെയ്യാൻ കഴിയില്ല. നിസ്കരിക്കുന്നവന് നിസ്കാരത്തെ പറ്റിയുള്ള അറിവ് വേണം, നോമ്പിന്റെ അറിവ് വേണം, സക്കാത്തിന്റെ അറിവ് വേണം, ഇടപാട് നടത്തുന്നവനിക്ക് ഇടപാടിനെ പറ്റിയുള്ള അറിവ് വേണം. അല്ലാതെ വലിയാവുകയില്ല. ഇത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കൾ, അവരോട് താബിഈങ്ങളായ ആളുകൾ, അവര് നാടും വീടും കുടുംബവും എല്ലാം വിട്ടുകൊണ്ട് അധ്വാനിച്ച് ഇവിടെ വളർത്തിയെടുത്തിരിക്കുന്ന ദീനുൽ ഇസ്ലാമാണ്. അതിനെ നമ്മൾ ആരെയോ കള്ളന്മാരെ ഔലിയാക്കൾ എന്ന് പറഞ്ഞ് ഈ ദീനിനെ തകർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കരുത്. നമ്മളുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ യഥാർത്ഥ ആലിമീങ്ങളോട് തുടരുക. ആലിമീങ്ങൾ ഒരാൾ അംഗീകരിച്ചു, അപ്പം യഥാർത്ഥ ആലിമീങ്ങൾ വലിയ വലിയ മഹാന്മാരുണ്ട്, അവരോട് ചോദിച്ച് പഠിക്കുക. ആരെങ്കിലും ഒരാളെ കണ്ടാല് തൊപ്പിയും വെച്ചിട്ട് തലക്കെട്ടും കെട്ടി പോകുമ്പോഴേക്ക് എന്താ ഉസ്താദ് ഇയാൾ ഔലിയാൽ? ഔലിയന്നെ ഔലിയാക്കന്മാരെ നിഷേധിക്കരുത്. ഔലിയാക്കന്മാരെ നിഷേധിച്ചാൽ സൂൽ ഖാത്തിമത്ത് ഉണ്ടാവും, ജാഗ്രത എന്ന് ഇത്ര പറയുമ്പോഴേക്കായി. അത് ഉസ്താദ് പറഞ്ഞ്. ഏത് ഉസ്താദ് പറഞ്ഞതാണ്? അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആലിമീങ്ങളെ സ്വീകരിക്കുക. ആലിമീങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പണ്ടത്തെ ഔലിയാക്കന്മാര് ആര്? മാലിക്കുദ്ദീനാർ തങ്ങളും പാർട്ടിയും, പന്നാനിയിലെ മഖ്ദൂമിങ്ങൾ, വെളിയങ്കോട് ഉമർ ഖാദി തങ്ങൾ, പല മഹാന്മാർ, അവരൊക്കെ ചെയ്തെന്നാണ്? അവര് തഖ്വ ചെയ്തു.